ഒരിക്കൽ ആരാണ് പൂഴ്ത്തി വെച്ചത്, കുറച്ച് സാധനങ്ങൾ പൂഴ്ത്തി വെച്ചതായി കണ്ടപ്പോൾ, അല്ലെങ്കിൽ സാധനം കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫാറൂഖ് എന്നയാളും ഉമറിൻ്റെ മൗലയായ ഇന്നയാളുമാണ് അവർ മറുപടി നൽകി. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പ്രസ്തുത വ്യക്തികളെ ആളെ അയച്ചു വരുത്തി അവരോടായി ചോദിച്ചു, നിങ്ങളെ ഈ ഭക്ഷണം പൂഴ്ത്തി വെക്കാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഞങ്ങൾ ധനം മുടക്കി സാധനങ്ങൾ വാങ്ങുന്നു, ഞങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു മറുപടി. സാധാരണ നമ്മുടെ കച്ചവടക്കാരെല്ലാം പറയുന്ന മറുപടി തന്നെ. മറുപടി കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു, മുസ്ലിംകളിൽ നിന്നും കൊള്ളലാഭം എടുക്കാൻ വേണ്ടി അവർക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ പൂഴ്ത്തി വച്ചവനാരോ അള്ളാഹു അവരെ കുഷ്ഠരോഗം കൊണ്ടും പാപ്പരത്വം കൊണ്ടും ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു പറയാണ്. ഈ പ്രസ്താവന കേട്ടയുടനെ ഫാറൂഖ് പറഞ്ഞു, അള്ളാഹുവോടും അങ്ങയോടും ഞാൻ കരാർ ചെയ്യുന്നു, ഈ നിമിഷം മുതൽക്കിനി ഞാൻ ഒരിക്കലും ഭക്ഷണ സാധനങ്ങളിൽ പൂഴ്ത്തിവെപ്പ് നടത്തുകയില്ല. കാലക്രമത്തിൽ അയാൾ നല്ല മനുഷ്യനായി തീരുകയും ചെയ്തു. അനന്തരം ഉമർ റളിയല്ലാഹു അൻഹു മൗലായുടെ നേരെ തിരിഞ്ഞു. പക്ഷേ അവൻ ആദ്യ മറുപടി ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഈ ഹദീസിൻ്റെ നിവേദകരിലൊരാളായ അബൂ വഹിയ കാലാന്തരത്തിൽ പ്രസ്തുത മൗലയെ അംഗച്ഛേദം വന്ന് കുഷ്ഠവ്യാധിക്കധീനനായിക്കൊണ്ട് ഞാൻ കണ്ടതായി തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആവശ്യം കഠിനമായി വരുമ്പോൾ അവരിൽ നിന്നും കൊള്ളലാഭം എടുക്കാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുക, ഇതാണ് നിഷിദ്ധമായ പൂഴ്ത്തിവെപ്പ്. ഇമാം ഗസ്സാലി റഹിമഹുല്ല ഇക്കാര്യത്തിൽ മാംസം, പഴവർഗ്ഗങ്ങൾ മുതലായ ഉപഭക്ഷ്യങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വസ്ത്രങ്ങൾ പൂഴ്ത്തിവെപ്പ് നടത്തൽ കറാഹത്താണെന്ന് കാസി ഹുസൈൻ റഹിമഹുല്ല വ്യക്തമാക്കിയിട്ടുണ്ട്. കുറിപ്പ്: ഒരാൾ അപരനിൽ നിന്നും ഒരു സാധാരണ വില പറഞ്ഞുറച്ച ശേഷം സാധനം കൈപ്പറ്റുന്നതിന് മുമ്പായി ഇതേ വിലക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട സാധനം ഞാൻ തരാം, അല്ലെങ്കിൽ ഇതേ സാധനം ഇതിലും കുറഞ്ഞ വിലക്ക് തരാം എന്നീ പ്രകാരം സാധനം വാങ്ങിയവനോട് മൂന്നാമൻ പറയൽ നിഷിദ്ധമാണ്. ഇതേ പ്രകാരം നീ കച്ചവടം ഒഴിയണം, നിനക്ക് ഞാൻ അതിന് അപരൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വില നൽകാം എന്നിങ്ങനെ സാധനം വിറ്റവനോട് പറയലും നിഷിദ്ധം തന്നെ. ഉപഭോക്താവിനെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്